ബെഞ്ചിങ് എന്ന് പറയുന്നത് നമുക്ക് മോഡേൺ റിലേഷൻഷിപ്സ് കുറേ കാണാൻ പറ്റും. നമ്മൾ ഈ സ്പോർട്സിൽ ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലാതെ ബെഞ്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അവർ ഗ്രൗണ്ടിലുണ്ടെന്ന് വെച്ചാൽ ഗ്രൗണ്ടിലുണ്ട്, അവർ ഇരിക്കുകയും ചെയ്യും, പക്ഷെ അവർക്ക് ഫുൾ ഗെയിം കൊടുക്കില്ല. ഇത് റിലേഷൻഷിപ്പിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റായി, പക്ഷേ നമ്മളൊരു പ്യുവർ ഒരു ലവ് അഫെയർ അല്ലെങ്കിൽ ഒരു പ്യുവർ ലവ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലേക്ക് വരുന്നില്ല. ഒരു സൈഡിൽ നിന്ന് ഇത് ചെയ്യുന്ന ആൾ ഇത് ചെയ്യുകയും മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തിക്കൊരു ആൻസർ കിട്ടാതെ വലയുന്നൊരവസ്ഥ. അവർക്ക് റിലേഷൻഷിപ്പിലേക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഈ വ്യക്തി ഒരു രീതിയിലും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരില്ല. അത് മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ. എന്നാൽ ഒരു റിലേഷൻഷിപ്പിലാണെന്നൊരു ഒരു ഫീലിംഗ് ഈ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ബെഞ്ചിങ് എന്ന് പറയും. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ ഉണ്ട് വ്യക്തികൾക്ക്. എന്ന് വെച്ചാൽ ഒരു പൂർണ്ണമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണോ വേണ്ടോ, ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റികൾ എനിക്ക് എടുക്കാൻ സാധിക്കുമോ, അതല്ല എങ്കിൽ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ അതിലേക്ക് അങ്ങ് ലോക്കാക്കി കൊടുക്കുകയാണ്. എനിക്ക് നാളെ മറ്റുള്ളൊരു വ്യക്തികളോട് സംസാരിക്കാനോ, അതല്ലെങ്കിൽ എനിക്ക് പലരുമായിട്ട് റിലേഷൻഷിപ്പിൽ കയറാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരിക്കും, അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അപ്പം ഞാനൊരു ഫുൾ ലെവൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവാം, അതെന്നെക്കൊണ്ട് സാധിക്കില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ അവിടെ വരുന്നത്. അപ്പം ആ ഒരു കേസിൽ ഈ ബെഞ്ചിങ് നടക്കും. അതുമല്ല എങ്കിൽ ചില വ്യക്തികൾക്ക് ഒരു ഫുൾ റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത് പഴയ റിലേഷൻഷിപ്പിൻ്റെ ട്രോമകളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇവരിതിനെ ഒരു അനലൈസ് ചെയ്യുന്നൊരു സമയമുണ്ട്. കുറച്ച് നാളോടെ ഞാനിങ്ങനെ ഒരു സെമി റിലേഷൻഷിപ്പിൽ കൊണ്ടുപോയി നടന്നിട്ട് പിന്നെ ഫുള്ളിലേക്ക് നീങ്ങാൻ എന്നുള്ളത്. പക്ഷേ ഇത് ഒരു രീതിയിലും അത് മറ്റേ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിഫയബിൾ അല്ല.